തമിഴ്നാട് മുഖ്യമന്ത്രിയായി നടൻ വിജയുടെ സത്യപ്രതിജ്ഞ ഇന്നു തന്നെ ഉണ്ടായേക്കുമെന്ന് റിപ്പോർട്ട്. സത്യപ്രതിജ്ഞ ചെയ്യാൻ തമിഴ്നാട് ഗവർണറുടെ ചുമതലയുള്ള രാജേന്ദ്ര ആർലേക്കർ അനുമതി നൽകി. വിജയ് ഗവർണറുമായി നടത്തിയ അരമണിക്കൂർ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം അല്പം മുമ്പാണ് സത്യപ്രതിജ്ഞയ്ക്ക് അനുമതി ലഭിച്ചത്. മന്ത്രിസഭ രൂപീകരിക്കാൻ തനിക്ക് വ്യക്തമായ ഭൂരിപക്ഷമുള്ളതായി വിജയ് ഗവർണറെ ധരിപ്പിച്ചതായാണ് അറിയുന്നത്. ഇതിനിടെ 2 സീറ്റുകളുള്ള VCക്ക് വിജയ്ക്ക് പിന്തുണ അറിയിച്ചിട്ടുണ്ട്. നിലവിൽ കേവല ഭൂരിപക്ഷത്തിന് 4 സീറ്റുകളുടെ കുറവാണ് വിജയ്ക്കുള്ളത്. കേവല ഭൂരിപക്ഷത്തിന് 118 പേരുടെ പിന്തുണയാണ് വേണ്ടത്. സംസ്ഥാനത്തെ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായ TVKയെ സർക്കാർ രൂപീകരിക്കാൻ ഗവർണർ ക്ഷണിക്കാത്തതിനെതിരെ സുപ്രീം കോടതിയെ സമീപിക്കാൻ പാർട്ടിയും കോൺഗ്രസും നീക്കം നടത്തുന്നതിനിടെയാണ് ഗവർണർ അനുമതി നൽകിയത്. ഇന്നലെ വിജയിയെ ഗവർണർ കണ്ട് മന്ത്രിസഭ രൂപീകരിക്കാൻ അനുവാദം തേടിയിരുന്നു. 14 ദിവസത്തിനകം ഭൂരിപക്ഷം തെളിയിക്കാമെന്നാണ് അറിയിച്ചത്. എന്നാൽ ഭൂരിപക്ഷം തെളിയിച്ച ശേഷം സത്യപ്രതിജ്ഞ മതിയെന്നായിരുന്നു ഗവർണറുടെ നിലപാട്. TVKയ്ക്ക് കോൺഗ്രസ് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. 2 സീറ്റുകൾ വീതമുള്ള VCK, CPM, CPI പാർട്ടികളുടെ പിന്തുണ ഉറപ്പാക്കാനായി വിജയ് കത്ത് നൽകിയിരുന്നു. ഇന്ത്യയിലുള്ള PMKയുമായി അനൌദ്യോഗിക ചർച്ച ആരംഭിച്ചിട്ടുണ്ട്. 4 സീറ്റുള്ള PMKയുടെ പ്രസിഡന്റ് അൻപുമണി രാമദാസിന്റെ ഭാര്യയും ധർമ്മപുരി MLAയുമായ സൗമ്യ ഉപമുഖ്യമന്ത്രിയാക്കണമെന്ന ആവശ്യം വിജയ് കയ്യോടെ തള്ളിയെന്ന റിപ്പോർട്ടുകളുണ്ട്. ഇതിനിടെ TVK പിന്തുണയ്ക്കണമെന്ന ആവശ്യം അണ്ണാ DMKയിലും ഉയർന്നു. പാർട്ടി ജനറൽ സെക്രട്ടറി എടപ്പാടി പളനിസ്വാമിക്ക് മേൽ സമ്മർദ്ദം ശക്തമാണ്. വിജയ് മുഖ്യമന്ത്രിയാകുന്നത് തടയുക എന്ന ലക്ഷ്യത്തോടെ എടപ്പാടി പളനിസ്വാമിയെ മുഖ്യമന്ത്രിയാക്കി പുറത്തുനിന്ന് പിന്തുണ നൽകാനോ അതല്ലെങ്കിൽ സംയുക്ത സർക്കാർ രൂപീകരിക്കാനുള്ള സാധ്യതകളാണ് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ നേരത്തെ പരിശോധിച്ചത്. ദ്രാവിഡ രാഷ്ട്രീയത്തിൽ അസ്തിത്വം തന്നെ അപകടത്തിലാണെന്ന തിരിച്ചറിവാണ് ഇത്തരമൊരു അവിശുദ്ധ സഖ്യത്തിന് പിന്നിലെ പ്രേരണയെന്ന് രാഷ്ട്രീയ നിരീക്ഷകരും വിലയിരുത്തിയിരുന്നു. TVK അധികാരം പിടിച്ചെടുക്കാൻ സഖ്യകക്ഷികളെ തേടിയപ്പോൾ ചുവടുമാറ്റി ചിന്തിക്കുകയാണ് ദ്രാവിഡ മുന്നേറ്റ കഴകമെന്ന വാർത്തകളും പുറത്തു വന്നിരുന്നു. തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നപ്പോൾ DMKയ്ക്ക് 59 സീറ്റുകളും AIDMKയ്ക്ക് 47 സീറ്റുകളുമാണ് ലഭിച്ചത്. ഈ 2 പാർട്ടികളും ഒന്നിച്ചാൽ മാത്രം 106 സീറ്റുകളാകൂ. ഇത് TVKയുടെ അംഗബലത്തിന് അടുത്താണെങ്കിലും ഭരിക്കാനാവശ്യമായ 118 എന്ന മാന്ത്രിക സംഖ്യയിൽ എത്തില്ല. എന്നാൽ BJPയും കോൺഗ്രസും ഒഴികെയുള്ള ചെറുകക്ഷികളെ തങ്ങളുടെ പാളയത്തിൽ എത്തിച്ചാൽ ഭരണം പിടിക്കാമെന്നാണ് ഈ ദ്രാവിഡ സഖ്യം കണക്കുകൂട്ടിയത്. ഇതിലൂടെ സിനിമാ താരങ്ങളുടെ രാഷ്ട്രീയ പ്രവേശനം എന്നേക്കുമായി അവസാനിപ്പിക്കാമെന്നും പാരമ്പര്യ പാർട്ടികൾ കരുതുന്നുണ്ടായിരുന്നു. സഖ്യസാധ്യതകൾ പരിശോധിച്ചാൽ DMK, AIDMK സഖ്യത്തിന് വിജയിക്കാനുള്ള സാധ്യതകൾ തള്ളിക്കളയാനാവില്ല. DMKയുടെ സഖ്യകക്ഷിയായ മുസ്ലിം ലീഗിന് 2 MLAമാരുണ്ട്. ഇതിനൊപ്പം AIDMKയ്ക്കൊപ്പമുള്ള പട്ടാളി മക്കൾ കക്ഷിക്ക് 4 MLAമാരുണ്ട്. കൂടാതെ വിടുതലൈ ചിരുതകൈ കക്ഷി 2, CPI 2, CPM 2, DMDK 1 എന്നീ കക്ഷികളെ കൂടി ചേർത്തുള്ള ഒരു വിശാല കൂട്ടുകക്ഷി മുന്നണി രൂപീകരിച്ചാൽ സംഖ്യ 119 ആയി ഉയരും. ഇത് കേവല ഭൂരിപക്ഷത്തിന് മുകളിലായതിനാൽ ഗവർണർക്ക് മുന്നിൽ അവകാശവാദം ഉന്നയിക്കാൻ പളനിസ്വാമിക്കോ സ്റ്റാലിനോ സാധിക്കുമായിരുന്നു. വിജയിയെ പിന്തുണയ്ക്കാൻ കോൺഗ്രസ് ഇതിനകം തയ്യാറായിട്ടുണ്ടെങ്കിലും വിജയിക്ക് കേവല ഭൂരിപക്ഷം ഉറപ്പിക്കാൻ സാധിച്ചിട്ടില്ല എന്നായിരുന്നു നേരത്തെ വന്ന വാർത്തകൾ. ഈ സാഹചര്യം മുതലെടുത്താണ് ദ്രാവിഡ പാർട്ടികൾ കരുനീക്കം നടത്തിയത് എന്ന റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു. ദ്രാവിഡ വിരുദ്ധതയും അഴിമതി വിരുദ്ധതയും പറഞ്ഞ് രാഷ്ട്രീയത്തിലിറങ്ങിയ വിജയെ തടയാൻ ദ്രാവിഡ സ്വത്വം സംരക്ഷിക്കുക എന്ന മുദ്രാവാക്യമാണ് ഇവർ ഉയർത്തിയത്. എന്നാൽ ഈ സഖ്യത്തിന്റെ സാധ്യതകൾ വിരളമാണെന്നും മുസ്ലിം ലീഗ് ഒഴികെയുള്ള ചെറുകക്ഷികൾ TVKയുമായി സഖ്യം ചേരാനുള്ള താൽപര്യത്തിലാണ് എന്നും ചില റിപ്പോർട്ടുകളും സൂചിപ്പിച്ചിരുന്നു. എങ്കിലും അധികാരം നിലനിർത്താൻ ഏതറ്റം വരെയും പോകാൻ ദ്രാവിഡ പാർട്ടികൾ തയ്യാറായേക്കുമെന്ന റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു. എന്നാൽ ഇതെല്ലാം തള്ളിയാണ് ഇപ്പോൾ പുതിയ വാർത്ത പുറത്തുവരുന്നത്. വിജയുടെ സത്യപ്രതിജ്ഞ ഉടൻ ഉണ്ടാകുമെന്നും സർക്കാർ രൂപീകരിക്കാൻ ഗവർണർ അനുമതി നൽകി എന്ന വാർത്തയും കൂടുതൽ പ്രതീക്ഷയാണ് തമിഴ് മക്കൾക്ക് നൽകുന്നത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.